ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഡിയോ BS6 മോഡൽ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കുന്ന വർക്കുകൾ ജനറൽ സർവീസ്, പിന്നെ ഫുൾ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. സ്റ്റാർട്ടിങ്ങിൽ ചെറിയ പിക്കപ്പ് കുറവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ മാറ്റാം, വാട്ടർ സർവീസ്, ഓയിൽ ഫിൽറ്റർ ക്ലീനിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് എഞ്ചിൻ സൗണ്ട് വേരിയേഷൻ ഉണ്ട് നിലവിൽ. വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുമ്പോൾ തന്നെ എഞ്ചിൻ സൗണ്ട് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ പാർട്ടും നമ്മൾ ഓരോ ഭാഗങ്ങളും നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്ന ലൈൻഡർ കമ്പനിയിലെ പുതിയ ലൈൻഡറാണ്, പക്ഷേ കമ്പനി ലൈൻഡറല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡറാണ്. അതിൻ്റേതായിട്ടുള്ളൊരു ചതയിൽ ബാക്ക് ബ്രേക്കിന് കിട്ടുന്നുണ്ട്. തന്നെയല്ല പൊടി കൂടുതലുള്ളത് കൊണ്ട് സൗണ്ട് വ്യത്യാസവും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ലൈൻഡറുകളൊക്കെ ഉപയോഗിക്കാതിരിക്കുക. കമ്പനി ഒറിജിനൽ പാർട്സുകൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ബ്രേക്ക് ക്യാം അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ലൈൻഡർ മാറ്റി പുതിയത് ഇടുന്നതാണ് നല്ലത്. ഈ ലൈൻഡർ നഷ്ടം നോക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. പിന്നെ ബാക്ക് വീലിൻ്റെ ഭാഗം നമ്മൾ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്ക് ടയറായാലും അത്യാവശ്യം നല്ല ടയർ കിടക്കുന്നത്. ഹബിൻ്റെ ഭാഗത്ത് വേറെ പറയത്ത കംപ്ലൈൻറ്റ് ഇല്ല. ബാക്കിലത്തെ ഷോക്ക് അബ്സർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ ട്രയൽ അടിക്കുമ്പോൾ തന്നെ ബാക്ക് സൈഡിൽ നിന്ന് തെറിപ്പ് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഷോക്ക് അബ്സർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ ലീക്കായിട്ട് നല്ല ഓവർ ആക്ഷനാണ്. ഓയിൽ പോയി കഴിയുമ്പോൾ കൂടുതൽ ആക്ഷനായിട്ട് വരാം. അപ്പോൾ ആ കംപ്ലയിൻറ്റ് നിലവിൽ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്, പക്ഷേ എയർ ഫിൽറ്റർ പൊടി കയറി ഫുള്ള് ബ്ലോക്കായി പോയിരുന്ന ഒരു സിറ്റുവേഷനാണ് കേട്ടോ. ഇതാണ് ഫിൽറ്ററിൻ്റെ അവസ്ഥ, മൊത്തം പൊടി കയറി ബ്ലോക്കായേക്കുക. അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റിയിടാം. എയർ ഫിൽറ്റർ മാറ്റി പുതിയത് റീസെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിനകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബെൽറ്റ് കിടക്കുന്നത് കമ്പനി ബെൽറ്റ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. പക്ഷേ അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെൻറ്റർ ഭാഗം എല്ലാം തന്നെ പൊട്ടിയിട്ട് ഇരിക്കണം കേട്ടോ. പൊട്ടി ഇതിങ്ങനെ പാട് വീണ് ചിന്നൽ വീണ് ഓരോ ലെഗിൻ്റെ ഉള്ളിൽ കൂടെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ബെൽറ്റൊന്നും ഇത് യൂസ് ചെയ്യരുത്. കൈയോടെ നമുക്കത് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം നല്ലത്. പിന്നെ അതിൻ്റെ ക്ലച്ചിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ വേരിയേറ്റർ ബോഡിയും പോസ്റ്റ് ഡ്രൈവും കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ വണ്ടിക്ക് നല്ലൊരു പ്ലേ കാണിക്കുന്നുണ്ട്. ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ക്ലച്ചിൻ്റെ സൈഡിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് വീലുകളാണ് നമുക്ക് ഡാമേജ് വന്നേക്കണേ, ഈ ഒരു ബോസ് ഡ്രൈവും ഈ അലുമിനിയം വീലും. അപ്പോൾ അത് രണ്ടും മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഈ വരുന്ന പീസെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് കൂടി നമുക്ക് കൂട്ടത്തിൽ മാറ്റിയിടാം. പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. ക്ലച്ച് വെയിറ്റിനൊന്നും വേറെ ഡാമേജ് ഒന്നുമില്ല. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമുക്ക് ആ എഞ്ചിൻ സൗണ്ട് വേരിയേഷൻ കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ. ഇതിവിടെ വന്ന ഈ റോക്കറാം എന്ന് പറഞ്ഞ ഈ യൂണിറ്റ്, ഇത് ഈ സാധനം പോയി കിടക്കുക ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ സൗണ്ട് അത്രയും വ്യത്യാസം വന്നതാണ് കേട്ടോ. ഇത് അഴിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് എഞ്ചിൻ്റെ എഞ്ചിൻ പുറത്തെടുത്തിട്ട് ഹെഡ് അഴിച്ചിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട്. അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു എസ്റ്റിമേറ്റ് പറയാം, അതനുസരിച്ച് നമ്മൾ നോക്കാം, നോക്കിയിട്ട് അതനുസരിച്ച് പറയാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ആക്സിലേറ്റർ കേബിൾ, 2 കേബിളാണ് നമുക്ക് വരാം BS6 മോഡലിന്. ഓൾറെഡി അതിൻ്റെ പ്ലേ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ കുഴപ്പമില്ല, പക്ഷേ അത് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാറ്റിയിടാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് കേട്ടോ. മാറ്റി കളയണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യുന്നുണ്ട്. എക്സൈഡിൻ്റെ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത്. വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കി, 12.92 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ 8.5 വോൾട്ടിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പം നിലവിൽ സെൽഫ് എടുക്കുന്നുണ്ടെങ്കിലും എപ്പോഴെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാം. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നിലവിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീൽ ബെയറിങ്ങൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രേക്കും കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ട് ക്യാമൊക്കെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. അപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ് പറയണം. അതിന് ശേഷം നമ്മൾ അതും കൂടി കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. പിന്നെ അതേപോലെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, അത് കേബിൾ മൊത്തം പൊട്ടിപ്പോയേക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പൊട്ടിയതാണെന്ന് പിരിഞ്ഞു പൊട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീലിനുള്ളിൽ വരുന്ന ഗിയർ സെറ്റ് കൂടി മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ. അതല്ലെങ്കിൽ നമുക്ക് ആ സെറ്റിങ് കറക്റ്റ് ആയി കിട്ടില്ല. കാരണം ഞാൻ ഈ കേബിൾ ഇങ്ങനെ പിരിഞ്ഞൊടിഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ക്രൗണും പിരിയണം, അത് ഡാമേജ് വന്നിട്ടുണ്ടാവും. ഫ്രണ്ട് വീലൊക്കെ അത്യാവശ്യം നല്ല ടയറാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വീൽ ബെയറിങ്ങൊന്നും വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ സൈഡിലേക്ക് വരെ നമ്മൾ പ്ലഗ് കൂടി നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. സ്പാർക്ക് പ്ലഗ് നമുക്ക് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തേക്ക് തന്നെ പ്ലഗും മാറ്റിയിടുന്നതാണ്. അപ്പോൾ സ്പാർക്ക് പ്ലഗും കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിൽ നമ്മളതിൻ്റെ ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ഈ എഞ്ചിൻ്റെ ഈ പറഞ്ഞ റോക്കറാമിൻ്റെ സെറ്റ് അഴിച്ച് മാറ്റേണ്ടത് അത്യാവശ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. ഇപ്പോൾ നമുക്കത് സൗണ്ട് അത്രയായിട്ടുണ്ടെങ്കിലും ഇനി അങ്ങോട്ടേക്ക് പോകുന്നതോറും ക്യാം ഷാഫ്റ്റ് കൂടി കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതഴിച്ച് കൈയോടെ മാറ്റി ഇടണമായിരിക്കും ബെറ്റർ. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ കിടക്കും തോറും കംപ്ലയിൻസിനെ അടുത്ത ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകും. ഇതിപ്പോൾ ഓൾറെഡി റോക്കറാം കംപ്ലയിൻ്റ് ഉണ്ട്, അത് ക്യാം ഷാഫ്റ്റിലേക്ക് പോകും. പിന്നീട് നമുക്കത് ചിലവ് കൂടുതലായിട്ട് വരും കേട്ടോ. കൈയോടെ ചെയ്ത് പോകണമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ.
അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ആ ഹെഡിൻ്റെ വർക്ക്, ഹെഡ് റോഗ്രാം സെറ്റ് അഴിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് താമസം വന്ന പണിയാണ്. നാളെ വൈകിട്ടത്തേക്കാണ് അത് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ വൈകിട്ടത്തേക്കാണ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.